വുഡ്മാൻ്റെ ഒരു ഡാഷ് ക്യാമറയാണെന്ന് പരിചയപ്പെടുത്തുന്നത്. അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. വിശദവിവരങ്ങൾ പറയുന്നുണ്ട്, വീഡിയോ മുഴുവൻ കാണുക. ഇത് അതിൻ്റെ ഹാർഡ്വെയർ കിറ്റാണ്. പാർക്കിംഗ് മോണിറ്റർ സൗകര്യം എല്ലാം ഉണ്ട്. റിയർ ക്യാമറ, അതിൻ്റെ റെഡ് ലൈൻ കാണുന്നത് നമ്മുടെ റിവേഴ്സ് ലൈറ്റിലേക്ക് കണക്ഷൻ കൊടുക്കാം. ഗൈഡ് ലൈൻസ് കിട്ടും, ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് എസ്പ്രസോയെ സംബന്ധിച്ച്. ഫ്രണ്ട് ക്യാമറ പൊസിഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, മെമ്മറി കാർഡ് ഇടാം. 3 ഇഞ്ച് ഇൻബിൽറ്റ് ഡിസ്പ്ലേ വരുന്നുണ്ട്, വലിയൊരു സൗകര്യമുള്ള കാര്യം, പ്രത്യേകിച്ച് VXi LXi വാഹനങ്ങൾക്ക് ക്യാമറയുടെ പൊസിഷനൊക്കെ കറക്റ്റ് ചെയ്യാം. ഇനി ഇതെങ്ങനെയാണ് കണക്ഷൻ എടുക്കേണ്ടത്? ഹാർഡ്വെയർ കിറ്റ്, എസ്പ്രസോയുടെ ഗ്ലൗ ബോക്സിന് സമീപമുള്ള ഫ്യൂസിൽ നിന്നും എങ്ങനെ കണക്ഷൻ എടുക്കാം അതും പറയുന്നുണ്ട്. ഇത് നമ്മുടെ ക്യാമറ ഫങ്ഷൻ ചെയ്യുന്ന വ്യൂ ആണ് കാണുന്നത്. ഇതിലെ വയർ, ഫ്രണ്ടിൽ ബാക്കിലേക്കുള്ള വയറും ഹാർഡ്വെയർ കിറ്റും ഈ സീലിങ്ങിലൂടെ വലിച്ച് പില്ലറിലൂടെ താഴത്തേക്ക് എടുക്കുക. ഹാർഡ്വെയർ കിറ്റിൻ്റെ വയർ. ഗ്ലൗ ബോക്സ് തുറക്കുക. ഗ്ലൗ ബോക്സ് തുറന്നാൽ ഈ കാണുന്നതാണ് ഫ്യൂസ് ബോക്സ്. ഇതിലെ 8 ചുവന്ന വയറും 20 മഞ്ഞ വയറും കൊടുക്കുക. ഗ്രൗണ്ട് വയർ ഈ പില്ലറിൽ, ഈ ഇരുമ്പിൻ്റെ കഷ്ണത്തിൽ എവിടെയെങ്കിലും ഒന്ന് ഒരു നട്ടും ബോൾട്ടും ഇട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ചുവപ്പ് 8 കൊടുത്തു, മഞ്ഞ 20 കൊടുത്തു. അത് നിലവിലുള്ള ഫ്യൂസ് പുള്ളർ ഉപയോഗിച്ച് എടുത്ത് മാറ്റി വയ്ക്കുക. ഇനി ബാക്കിലേക്കുള്ളത് ഈ ബീഡിങ്ങുകൾ വഴി റിയർ ക്യാമറയുടെ കണക്ഷൻ കൊണ്ടുവരിക. ഇതിന് മുകളിലൂടെയൊക്കെ ആയിട്ട് വലിക്കാൻ നമുക്ക് ചെറുതായിട്ടൊന്ന് മെനക്കെട്ടാൽ മതി. ബാക്ക് ക്യാമറ സൗകര്യപ്രദമായ രീതിയിൽ ഗ്ലാസ്സിൽ ഫിറ്റ് ചെയ്യുക, കണക്ഷൻ കൊടുക്കുക. റിവേഴ്സ് ലൈറ്റിൻ്റെ ഇതിലൂടെ താഴത്തേക്ക് എടുത്ത് റിവേഴ്സ് ലൈറ്റിലേക്കും ആ റെഡ് വയർ കണക്ഷൻ കൊടുക്കണം. ഇനി റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ VXi പ്ലസിലെ സ്ക്രീനാണ് ഈ കാണുന്നത്. ഒന്നും കാണാനില്ല എന്ന് തന്നെ പറയാം. രാത്രിയിൽ ക്യാമറ വെച്ചതിന് ശേഷം അതിൻ്റെ ഇൻബിൽറ്റ് ഡിസ്പ്ലേയിൽ വരുമ്പോൾ നമുക്ക് ഗൈഡ് ലൈൻസ് കിട്ടുന്നു. എസ്പ്രസോയിലെ മാരുതിയുടെ ക്യാമറയ്ക്ക് ഈ ഗൈഡ് ലൈൻ സൗകര്യം ഇല്ല. 3 ഇഞ്ച് സ്ക്രീനിൽ വളരെ മനോഹരമായ നൈറ്റ് വ്യൂ തന്നെയാണ് ലഭിക്കുന്നത്. 10ൽ 10 മാർക്ക് ഈ സംവിധാനത്തിന് കൊടുക്കാം. ഇനി നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്നത്, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ വിഷ്വൽസ് ആയിട്ട് വരുന്നത്, രാത്രിയിലെ ഫ്രണ്ട് ക്യാമിൻ്റെ വിഷ്വൽസ്, റിയർ ക്യാമിൻ്റെ വിഷ്വൽസ്, മഴയുള്ള സമയത്ത് ഫ്രണ്ട് ക്യാം വിഷ്വൽസ്, സാധാ സമയത്തെ ഫ്രണ്ട് ക്യാം വിഷ്വൽസ്, റിയർ ക്യാം വിഷ്വൽസ് എല്ലാം ഇതിൽ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാം. ഇതിനോടൊപ്പം കുറച്ച് കാര്യങ്ങൾ പറയാം. വുഡ്മാൻ്റെ highwoodman.com എന്ന വെബ്സൈറ്റിൽ നിന്നുമാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധിക്കുന്നത്. പ്രീ ബുക്കിംഗ് ആയിട്ട് 999 രൂപ കൊടുക്കുക. ബാക്കി പൈസ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടാണ് നമ്മൾ നൽകേണ്ടത്. ഏകദേശം ഒരാഴ്ചയുള്ളിൽ പ്രൊഡക്റ്റ് നമ്മുടെ കൈകളിലേക്ക് എത്തും. അത്യാവശ്യം പരിജ്ഞാനമുണ്ടെങ്കിൽ നമുക്ക് സ്വയം ഫിറ്റ് ചെയ്യാവുന്ന ഒരു ഉപകരണമാണിത്. വയർ കട്ടിങ് ഇല്ല എന്ന് പൂർണ്ണമായി നമുക്ക് ഉറപ്പിക്കാം, കാരണം നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പുറത്ത് കൊടുക്കുകയാണെങ്കിലും ഒപ്പം നിൽക്കുക, വയർ കട്ടിങ് ഇല്ലാതെ കൊണ്ട് ഫിറ്റ് ചെയ്യാനായിട്ട്. വാറണ്ടിയെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പെർഫോമൻസ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ തീരുമാനിക്കുക, കമൻ്റായിട്ട് അറിയിക്കുക. രാത്രിയിലെ നമ്പർ പ്ലേറ്റ് വിസിബിലിറ്റി അല്പം കോംപ്രമൈസ്ഡ് ആണ്, പക്ഷേ ഇതൊരു ബഡ്ജറ്റ് ക്യാമറയാണെന്ന് മനസ്സിൽ വയ്ക്കുക. മറ്റൊരു കാര്യം, മഴയുള്ള സമയത്തും വൈപ്പർ കൃത്യമായി ഫങ്ഷൻ ചെയ്താൽ ഫ്രണ്ട് ക്യാം വിഷ്വൽസ് പക്ക. ബാക്കിൽ റിയർ വൈപ്പർ എസ്പ്രസോയ്ക്ക് വരുന്നില്ല. അതേപോലെ ബാക്ക് ഗ്ലാസ്സിൽ പൊടിപടലങ്ങളുണ്ടെങ്കിൽ വിഷ്വൽസിനെ ബാധിക്കാനും സാധ്യതയുണ്ട്. ഈ ക്യാമറയുടെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ, മുൻവശത്തെ ക്യാമറ വരുന്നത് 2500 റെസൊല്യൂഷൻ റേഞ്ചിലുള്ള 2.5K റെസൊല്യൂഷനുള്ള ഒരു ക്യാമറയാണ് വരുന്നത്. ആ ക്യാമറയുടെ പൊസിഷൻ, ആംഗിളൊക്കെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഒരല്പം ബലം കൊടുക്കണം, കാരണം ഓട്ടത്തിനിടയിൽ ലൂസായി വീഴാതെ കണ്ടിരിക്കാൻ ഒരു ചെറിയ ടൈറ്റ് കമ്പനി തന്നെ കൊടുത്തിട്ടുണ്ട്. റിയർ ക്യാമറ നമുക്ക് മുകളിലേക്കും താഴത്തേക്കും റൊട്ടേറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത്. റിയർ ക്യാമറയിൽ ഒരു കണക്ടറുണ്ട്. ആ കണക്ടറിൻ്റെ ഒരറ്റത്ത് ഒരു ചെറിയ ചുവന്ന വയർ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ആ വയർ നമുക്ക് പതുക്കെ നമ്മുടെ കാറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള, ശ്രദ്ധിക്കുക, ഓരോ റിവേഴ്സ് ലൈറ്റ് നമ്മുടെ കാറിന് വരുന്നുള്ളൂ. ആ ലെഫ്റ്റ് സൈഡിലുള്ള റിവേഴ്സ് ലൈറ്റിൻ്റെ കണക്ടറിലേക്ക് പതുക്കെ ഒന്ന് തിരികെ വെച്ച് കൊടുക്കുക. ഒന്ന് ഇൻസുലേഷൻ ടൈപ്പും കൊടുക്കുക. അത് ബാക്കിലെ ഡിക്കിയുടെ ഉള്ളിലെ ഫൈബർ പാർട്സ് ഒന്ന് ഇളക്കി വേണം നമ്മൾ കണക്ഷൻ കൊടുക്കാനായിട്ട്. തുറന്നു കഴിയുമ്പോൾ അവിടെ തന്നെ ഒരു കണക്ടർ കാണാം, അതിലേക്ക് കൊടുത്താലും പോരായികയില്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ റിയർ ക്യാമറയുടെ വയറിങ് കഴിഞ്ഞു. അതിൻ്റെ മറ്റേ അറ്റം ഒരു 3.5 mm ജാക്കാണ് കാണുക. അത് റൂഫിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഡോർ ബീഡിങ്ങുകളുടെ ഇടയിലൂടെ കൊണ്ടുവന്ന് നമുക്ക് ആ മിററിൻ്റെ സൈഡിൽ കൂടെ കൊണ്ടുവന്ന് ഫ്രണ്ട് ക്യാമറയിൽ കുത്താനുള്ള സോക്കറ്റ് ഉണ്ട്. കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല. രണ്ട് തരത്തിലുള്ള പിന്നാണ്, ഹാർഡ്വെയർ കിറ്റിൻ്റെയും റിയർ ക്യാമറയുടെയും പിന്ന് വരുന്നത്. അപ്പോൾ റിയർ ക്യാമറയുടെ പിന്ന് കണക്ട് ചെയ്യാനുള്ള സോക്കറ്റിലേക്ക് അത് കണക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഹാർഡ്വെയർ കിറ്റ് വീഡിയോയുടെ ആദ്യമേ കാണിച്ചിട്ടുണ്ടായിരുന്നു. 3 വയറാണ് ഒരറ്റത്ത് വരുന്നത്. ഫ്യൂസ് ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്ലൗ ബോക്സിന് സമീപമുള്ള ഫ്യൂസ് ബോക്സ്, ഗ്ലൗ ബോക്സ് ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ കോ ഡ്രൈവർ സീറ്റിലിരുന്നാൽ ഗിയർ ബോക്സിൽ അല്ലെങ്കിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗത്തായിട്ട്
ഫ്യൂസ് ബോക്സ് നമുക്ക് കാണാം. അതിലേക്ക് ആ വീഡിയോയുടെ തുടക്കത്തിൽ കാണിക്കുന്ന പോലെ വയറുകളൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ നട്ടും ബോൾട്ടും എടുത്തിട്ട് ഗ്രൗണ്ട് വയറും ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം ആ വയറുകൾ ഗ്ലോ ബോക്സിൻ്റെ ഇടയിലൂടെ എ പില്ലർ ഇളക്കിയെടുക്കാം. അതിലൂടെ വലിച്ച് നമുക്ക് ക്യാമറയിൽ കണക്ട് ചെയ്യാവുന്നതാണ്. ക്ലാസ് 10 മെമ്മറി കാർഡ് ഉപയോഗിക്കാൻ മറക്കരുത്. ഇതിന് കൂടെ കിട്ടുന്ന പ്രൊഡക്റ്റ് മാനുവലിൽ ഇതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് വൈഫൈ കണക്ടിവിറ്റി സൗകര്യത്തോടു കൂടെ നമ്മുടെ മൊബൈലായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. വിഷ്വൽസ് നമ്മുടെ മൊബൈലിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇതിൽ തോന്നിയ കുറച്ച് പോരായ്മകൾ, ആദ്യത്തെ ദിവസം ഇത് ലഭിച്ച സമയത്ത് റിവേഴ്സ് ക്യാമറയുടെ അല്ലെങ്കിൽ റിയർ ക്യാമറയുടെ വിഷ്വൽസ് ഫ്ലിപ്പ് ചെയ്ത രീതിയിൽ ഇടതുവശവും വലതുവശം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ രീതിയിലാണ് കിട്ടിയിരുന്നത്. കസ്റ്റമർ സർവീസിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ഇതിന് വേണ്ട സോഫ്റ്റ്വെയർ അയച്ചു തന്നു. ആ സോഫ്റ്റ്വെയർ വെച്ച് മെമ്മറി കാർഡ് വഴി ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സാധനം പക്ക വർക്കിംഗ് ആണ്. അതേപോലെ ഡേറ്റും ടൈമും ഹാർഡ്വെയർ കിറ്റ് കണക്ട് ചെയ്താൽ മാത്രമാണ് മാറാതെ കണ്ടിരിക്കുള്ളൂ. 24 മണിക്കൂറും പാർക്കിംഗ് മോണിറ്ററിംഗ് സൗകര്യമുണ്ട്. 25 മിനിറ്റിൻ്റെ വിഷ്വൽസ് 1 മിനിറ്റ് വിഷ്വലായിട്ടാണ് ടൈം ലാപ്സ് സൗകര്യത്തോടു കൂടെ ഇതിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സൗകര്യം നമുക്ക് ഒരു CCTVയുടെ ഫലം ചെയ്യും. വീട്ടിൽ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് വശം അല്ലെങ്കിൽ പുറകുവശം ഗേറ്റിന് സമീപത്തേക്ക് ഗേറ്റിന് നേരെയായിട്ട് വെക്കുകയാണെങ്കിൽ ഇതൊരു CCTV ആയിട്ടും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി നിങ്ങൾക്കിത് ചാർജ് ഇറങ്ങി പോകുന്നുള്ള പേടിയുണ്ടെങ്കിൽ ക്യാമറയിലെ പവർ ബട്ടൺ വണ്ടിയുടെ കീ ഹോൾഡ് ചെയ്തിരിക്കുന്ന സമയത്ത്, അതായത് ആക്സസറി ഓൺ ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ടിങ്ങിലുള്ള സമയത്ത് ക്യാമറയുടെ പവർ ബട്ടൺ അമർത്തി പിടിക്കുക. ഗുഡ് ബൈ എന്നുള്ളൊരു മെസ്സേജോടുകൂടെ ക്യാമറ ഓഫാവും. ഇങ്ങനെ ഓഫായി കഴിഞ്ഞാൽ പാർക്കിംഗ് മോണിറ്ററിംഗ് സൗകര്യം വർക്ക് ചെയ്യില്ല. ക്യാമറ യൂണിറ്റ് ഫുള്ളായിട്ട് ഓഫാവും. ഇതാണ് ടൈം ലാപ്സ് വിഷ്വൽസ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 25 മിനിറ്റിൻ്റെ വീഡിയോ ആണ് 1 മിനിറ്റ് വീഡിയോ ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ക്യാമറ കിട്ടിയ ആദ്യ ദിവസങ്ങളിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിരുന്നു. മറ്റൊന്നുമല്ല, ഇമേജസ് തലതിരിഞ്ഞ രീതിയിലൊക്കെയാണ് വന്നിരുന്നത്. തലതിരിഞ്ഞൊന്നല്ല, ഇടത്തോട്ടും വലത്തോട്ടും മാറിയാണ് വന്നിരുന്നത്. കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ വീഡിയോ കോൾ വഴി വേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം പറഞ്ഞു തരും. അതുവഴി നമുക്കിത് ക്ലിയർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കണ്ടെടുത്തോളം ഇതിൻ്റെ പ്രധാന ഉപയോഗങ്ങൾ, ഇതൊരു ഡാഷ് ക്യാമറയാണ്. 2 ഡാഷ് ക്യാമറ വരുന്നുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും. ഇതിന് ഒരു 3 ഇഞ്ച് ഇൻബിൽറ്റ് ഡിസ്പ്ലേ വരുന്നുണ്ട്. LXi VXi വാഹനങ്ങൾ, അതായത് ഇൻബിൽറ്റ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ഡിസ്പ്ലേ ഉള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇല്ലാത്ത വാഹനമാണെങ്കിൽ നമുക്ക് ഒരു റിവേഴ്സ് ക്യാമറ കണക്ട് ചെയ്യാൻ വേറെ മോണിറ്റർ വാങ്ങേണ്ട ആവശ്യമില്ല. ഈ സൗകര്യം ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതേപോലെ ഗൈഡ് ലൈൻസ് ഉള്ള ഒരു റിവേഴ്സ് ക്യാമറയാണ് നമുക്ക് ലഭിക്കുന്നത്. മാരുതിയുടെ ക്യാമറ വെച്ച് നോക്കുമ്പോൾ എത്രയോ മികച്ച എക്സ്പീരിയൻസാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി ഒരു പാർക്കിംഗ് മോണിറ്റർ സൗകര്യം ഉള്ളതുകൊണ്ട് വാഹനം എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് പോകുന്ന സമയത്ത് വല്ല തട്ടോ മുട്ടോ ഉണ്ടായാൽ നമുക്ക് അറിയാൻ സാധിക്കും. വീട്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് സ്ഥിരമായ ഓട്ടമുള്ള വാഹനമാണെങ്കിൽ മാത്രം പാർക്കിംഗ് മോണിറ്റർ ഓൺ ചെയ്തെടുക്കുക. ഒരു CCTVയുടെ ഗുണവും ലഭിക്കും. ഇത്രയും സൗകര്യങ്ങളാണ് എനിക്ക് ഫീൽ ചെയ്തത്. പെർഫോമൻസും കാര്യങ്ങളും നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനെപ്പറ്റി അറിയാനുണ്ടെങ്കിൽ അതും കമൻറ്റായി രേഖപ്പെടുത്തിയാൽ ആ കാര്യം അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം.